ഹലോ ഗുഡ് മോർണിംഗ് അനുസരിപ്പത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ കിടക്കുന്നുണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അമ്മ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് മുഖം കഴുകി ഒക്കെ കിടക്കാട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്താണ് ഇന്നത്തെ വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പോൾ ഇന്ന് ആണ് നമ്മുടെ സ്പോട്ട് അഡ്മിഷൻ ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ തിരക്കുകൾ കാര്യങ്ങൾ, പിന്നെ പല്ല് വെക്കണം. പിന്നെ അമ്മയ്ക്ക് അമ്മയുടെ കുടുംബക്കാരെ അമ്മയുടെ അനിയത്തിനെ കണ്ടതിൻ്റെയൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ പല്ല് തേക്കും. ഇന്നും വരും അവർ. അപ്പം എനിക്ക് പല്ല് തേക്കണം, മേല് കഴുകണം, ഒരുങ്ങണം. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്നിട്ട് ഒരുങ്ങാം അല്ലേ അമ്മ? അത്രയും കാര്യങ്ങളുണ്ട്. ഓക്കെ, ഫോണിനാണെങ്കിൽ ചാർജില്ല. അപ്പോൾ ചാർജ് കുത്തി വെച്ചിട്ട് ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് തരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇതാണ് എൻ്റെ ഡ്രസ്സ്, നല്ല കോട്ടൺ ഡ്രസ്സ്. ഇത് വന്നിട്ട് നമ്മുടെ എന്താണ് എൻ്റെ പേര്, ശരി നോക്ക്, ഇത് നമ്മൾ ഇവിടുന്ന് വാങ്ങിയതാട്ടോ. എവിടുന്ന് ലുലുന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ കഴിച്ചൊന്ന് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. താഴെ കഴുകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നീ കഴുകാട്ടോ, മടി. ഇറങ്ങാമ്മ, നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ടാട്ടോ ഇറങ്ങുന്നത്. എന്തായാലും നല്ല സ്റ്റേ ആയിരുന്നു, നല്ലോണം ഉറങ്ങി, നേരം വെളുത്ത് നടന്നിട്ടില്ല. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിൾ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ്. കട്ട് ഫ്രൂട്ട്, ബ്രെഡ്സ്, എഗ്ഗ്, ബോയിൽഡ് എഗ്ഗ്, ഇഡ്ഡലി, ദോശ, പൂരി തീർന്നോ, വെജിറ്റബിൾ കുറുമ, സാമ്പാർ, ചട്നി. സാമ്പാർ എന്തായാലും ഇഷ്ടം പോലെ വെണ്ടയ്ക്കുണ്ട്. ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഇറങ്ങാം. ഒരു ദിവസം എത്ര ലീഡാണോ? തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴയൊന്നും കേട്ടോ, നല്ല വെയിലാണ്, നല്ല അനുകൂലമായ കാലാവസ്ഥയാണ്. ഇറങ്ങാമ്മ, നമ്മൾ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ബിക്കോസ് ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ടില്ല, ഞങ്ങൾ ഇന്ന് നേരെ വയനാട്ടിലേക്ക് പോകുകയാണ്. ആന കണ്ടോ, ഞങ്ങൾ ഓഫീസിലെത്തി. പക്ഷെ അമ്മ എന്നെ ചതിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? അമ്മ ചേച്ചിനെ കിട്ടുമോ? ഞാൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ബൈബൺ ഗെറ്റ് വന്നാ അമ്മ എവിടെ വന്നേ? അമ്മ ചാല മാർക്കറ്റിലൊക്കെ. ഇപ്പൊ നമ്മള് ഒരു ബ്രേക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതാ കേട്ടോ. ലഞ്ച് മദേഴ്സ് വെജ് പ്ലാസയിൽ പോയി സദ്യ കഴിക്കണം കുറെ കാലത്ത് ആഗ്രഹമാണ്. നടക്കോ ഇല്ലയൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അമ്മയാണെങ്കിൽ ഉണ്ടല്ലോ ഒറ്റയ്ക്ക് ട്രിപ്പ് അടിക്കാൻ പോയതാണേ. അമ്മ വിളിക്കുന്നുണ്ട്, എന്താ നോക്കട്ടെ. ഇവിടെ ഉള്ള ഓട്ടോക്കാരുടെയിലൊക്കെ ഫോൺ പേ ഇല്ല, ക്യാഷ് കൊടുക്കണം. 2 ഓട്ടോയിൽ നിന്ന് അപ്പം തിരിച്ചിറങ്ങുന്നത് കേട്ടോ. എനിക്ക് എന്തായാലും തിരുവനന്തപുരം നല്ല ഇഷ്ടപ്പെട്ടു. നല്ല വൈബാണ്, ഒത്തിരി നല്ല ഫുഡൊക്കെ ഉണ്ട്. എന്തെങ്കിലും തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ മദേഴ്സ് വെജ് പ്ലാസയിൽ കയറിയിട്ട് സദ്യ കഴിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. എൻ്റെ അമ്മ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മേ, ഇത്രയും ക്യൂവോ? ക്യൂ നോക്കടാ. പിന്നെ ഇവിടുത്തെ ബോളി കാണിച്ചുതരാം. എന്ത് ക്യൂ! പാഴ്സൽ വാങ്ങാനുള്ള ക്യൂവാ. ഞാൻ ഇവിടുത്തെ ബോളി കാണിച്ചുതരാം. സ്വിഗ്ഗി സൊമാറ്റോന്റെ ക്യൂ വേറെ. ചൂടോടെ ബോളി. ഇവർ ബോളി ഉണ്ടാക്കുന്നുണ്ടോ? ഇവിടെ സദ്യ കേക്കുകൾ വാങ്ങി ഒത്തിരി പേര് പോകുന്നുണ്ട്. അമ്മേതാ ഞങ്ങൾ ബോളി ഉണ്ടാക്കുന്നിടത്തുണ്ട്. ആ കടിച്ചു വറക്കാൻ നമുക്ക് ഉണക്കമീൻ കൊണ്ടുവരായിരുന്നു. കിട്ടിയോ? ഇത്രയും തിരക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സദ്യ കഴിക്കാൻ പറ്റുമെങ്കിൽ മാത്രം വരിക കേട്ടോ. നല്ല തിരക്കാണേ. അമ്മ സീറ്റ് ഒഴിയാൻ കാത്തിക്കുന്നുണ്ട്. തിരക്കാ. പക്ഷെ 4 കൂട്ടം പായസം കൂട്ടി കഴിക്കാം. അമ്മ എന്തായാലും കാത്തിരിക്കുന്നതിന് നിരാശപ്പെടണ്ടല്ലോ. 4 കൂട്ടം പായസം കേട്ടോ. ചിക്കൻ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് സദ്യ കഴിക്കാൻ വന്നാണ്. പോക്കറ്റിൽ മത്തിയിട്ട് അസ്റ്റിന്റെ പോക്കറ്റിൽ വലിയ പരവതാനി പോലത്തെ ഇലയുണ്ട്. ദൈവമേ, പപ്പടം, പഴം, മുളക്.
പ്രാവശ്യം ഒന്ന് എടുക്കുക. അമ്മേൻ്റെ പ്ലേറ്റൊക്കെ നിറഞ്ഞു, ഇലയൊക്കെ നിറഞ്ഞു. ചോറിനധികം ജംബോ അടിപൊളി എന്ന് വെച്ചാൽ അത് കോഴിക്കോട് കഴിക്കാം. അമ്മേനെ പിടിച്ചാൽ കിട്ടുന്നില്ല കേട്ടോ. 4 കൂട്ടം പായസം. അമ്മയെ പിടിക്കാൻ നോക്കട്ടെ. അങ്ങനെ തന്നെയാണോ ഉള്ളത്? ശരിക്കും തന്നെയാണ്. ഈ ക്യാമറാമാൻ ഉണ്ടല്ലോ എന്റെ പ്ലേറ്റിലേക്ക് വിളമ്പുമ്പോൾ അതെ വീഡിയോഗ്രാഫർ നമ്പാൻ പറ്റില്ല. കാരണം എന്റെ പ്ലേറ്റിലേക്ക് വിളമ്പുമ്പോൾ അവന് ടെൻഷൻ തീർന്നു പോകുന്നു. അവനെങ്ങനെ കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് അവന്റെ ബുക്കറ്റ് നിറച്ച ശേഷമാണ് കേട്ടോ വീഡിയോ എടുപ്പിക്കുന്നത്. 4 കൂട്ടം പായസം, ചോറിന്റെ മക്കൾ ഒന്നും പറഞ്ഞറിയിക്കാൻ വയ്യ. 252 രൂപയാണ്. സൂപ്പർ ടേസ്റ്റ്. അപ്പൊ ഇനി വൈകുന്നേരത്തെ ഫുഡൊക്കെ കാണണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ സദ്യ കഴിച്ച ശേഷം വീട്ടുകാർക്കുള്ള ബോളിയുമായിട്ട് മടങ്ങാൻ കേട്ടോ. കണ്ട നെയ്യിലങ്ങോട്ട് പൊഴിപ്പിക്കുന്നുണ്ട് കേട്ടോ സാധനം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുകയാണ് കേട്ടോ. ഇവിടെ സ്വിഗ്ഗി സൊമാറ്റോക്കാരൊക്കെ ഭയങ്കര അടിയാട്ടോ. അവര് അവർക്ക് ഫുഡ് പറഞ്ഞ സമയത്ത് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും തിരക്കാം. ഇങ്ങനെ ഞങ്ങളുടെ മീറ്റിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാനും അമ്മയും കൂടെ ജസ്റ്റ് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഇവിടെയൊക്കെയൊന്നും പ്ലാനില്ല. എന്നാൽ ഒരു സ്ഥലത്ത് വന്ന് അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങണം, കുറച്ച് കാഴ്ചകളൊക്കെ കാണണം. അല്ലേമ്മ? എന്തായാലും വന്നതല്ലേ. ഞങ്ങള് അമ്പലത്തിന്റെ കിഴക്കേ നടയിലെത്തി. അവിടെ കണ്ട മഹാബോളി, ഇവിടെ മഹാ ചിപ്സ്. അമ്മ കയറി ഓടിയിട്ടുണ്ട് നടയിലേക്ക്. മഹാബോളി കയറിയിട്ട് പായസവും ബോളിയും വാങ്ങണം. ബോളിക്കടയിലെ തിരക്ക് കുറച്ച് കഴിഞ്ഞു. അമ്മയ്ക്ക് സന്തോഷമായി. അമ്മയ്ക്ക് ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങി പോവാ. അപ്പം നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം മൊത്തം ഒന്ന് കറങ്ങി. കുറേ അറിയുന്ന പേരുണ്ട് കേട്ടോ. കുറേ പേര് വന്ന് സെൽഫിയൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷമായിട്ടോ എനിക്കും അമ്മയ്ക്കും. ഇനിയിപ്പം എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ എൻ്റെ ഇവിടെ ഡോക്ടറാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ നാത്തൂൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ആള് ഡോക്ടറാണ്. അപ്പം അവരെയും കൂടെ ഞങ്ങൾ വിളിച്ച് ശല്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ തന്നെ ഒരുമിച്ചിരുന്നൊരു ഫുഡൊക്കെ അടിക്കാമല്ലോ, അത് തന്നെ ഉദ്ദേശം. പിന്നെ ഇങ്ങനെയൊക്കെ വരുന്നതല്ലേ ഉള്ളൂ, അതിനായിട്ട് നമ്മൾ വരില്ലല്ലോ. അപ്പം വരുന്ന സമയത്ത് എല്ലാവരെയും മീറ്റ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഹാപ്പി ആയി തിരിച്ചു പോകുക, അതാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ അതിനിടയ്ക്ക് ഞങ്ങൾ കയറി ഫുഡ് കഴിച്ചു. വെരി സോറി, ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ വർത്താനത്തിലായിപ്പോയി. എന്ത് ചെയ്യാനല്ലേ അമ്മ? പങ്കായത്തിൽ കയറി ഞങ്ങൾ എന്തൊക്കെ കഴിച്ചു. ചിക്കൻ ഫ്രൈ കഴിച്ചു, ഫിഷ് കഴിച്ചു, ബീഫ് ചില്ലി കഴിച്ചു. പിന്നെ ഞങ്ങൾ വെള്ളയപ്പം കഴിച്ചു. ഇത് എൻ്റെ അമ്മ ജ്യൂസ് കുടിക്കുന്നു, ലൈം കുടിക്കുന്നു. ഞാൻ ഓറഞ്ച് ജ്യൂസ്. ഇതൊക്കെ പറയാൻ മറന്നു കേട്ടോ, ഇതൊക്കെ കാണിക്കാൻ മറന്നു. ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചു. ഇതൊക്കെ തമ്മിലായിട്ട് ഇതിലാണല്ലോ. ഞാൻ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും കാണും. ഞാൻ ക്ഷമ ചോദിച്ചിരിക്കുന്നു അല്ലേ അമ്മ? ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ക്ഷമിക്കൂ. ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് ജസ്റ്റ് ബസ് എടുക്കാൻ തുടങ്ങിയായിരുന്നു. 5 മിനിറ്റ് അല്ലേ അമ്മ? 5 മിനിറ്റ് നമ്മളിലേക്ക്. എന്തായാലും ഓക്കെ, ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത രുചിയുമായി വീണ്ടും കാണാം. വേഗം കാണാൻ എന്നാ ജോൺസൺ പ്രമാൺ ന്യൂസ്. ഇപ്പോൾ തിന്നുകൊണ്ടേ ഇത്രയും തെണ്ടി നടന്നതിൻ്റെയൊക്കെ ക്ഷീണം മാറ്റിട്ടല്ലേ അമ്മ? തെണ്ടി നടന്നതിൻ്റെ ക്ഷീണം മാറ്റി ഉറങ്ങട്ടെ കേട്ടോ. ബൈ, ഗുഡ് നൈറ്റ്.